ഇവിടെ BJP നന്നാക്കാൻ വേണ്ടിയല്ല ഈ വിമർശനം എന്നൊക്കെ എനിക്ക് ജിമ്മി സാറെ നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. നന്നാക്കാൻ വേണ്ടിയല്ല, എങ്ങനെയെങ്കിലും കുത്തിത്തിരിവുണ്ടാക്കുക, ആ പാർട്ടിയെ ഉള്ളത് കൂടി ഇല്ലാതാക്കുക എന്ന രീതിയിൽ നേതാക്കളുടെയൊക്കെ നെഞ്ചിലേക്ക് തീ കോരിയിടുന്ന തരത്തിൽ അവരെ ഇങ്ങനെ പറഞ്ഞ് എരിവ് കയറ്റുക എന്ന് നമ്മൾ സാധാരണ നാട്ടുഭാഷയിൽ പറയും. അവിടെ വലിയ കഴിഞ്ഞു. ശരി, അടുപ്പ് പിന്നെ മലയാളത്തിലെ മുണ്ടൻ മരം മുണ്ടി എന്ന് പറയരുത്. ഓക്കെ, അത് അദ്ദേഹം നോക്കിക്കോളും. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ചർച്ച കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് നോക്കിക്കോളും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രധാനമന്ത്രിയെ കുറിച്ചാണ്. പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ്? പുതുമുഖങ്ങൾ വരട്ടെ. ഞാൻ എപ്പോഴും അതായത് കേരളത്തിലടക്കം അദ്ദേഹം വരുമ്പോൾ ഞാൻ കാണുന്നതെല്ലാം പഴയ മുഖങ്ങളെ തന്നെയാണ്. അപ്പോൾ ആ ആവർത്തന വിരസത പ്രധാനമന്ത്രിക്ക് നേരിട്ടിട്ടുണ്ടാകും, അനുഭവപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ടാണ് പ്രസിഡന്റായി MT രമേശ് പ്രസിഡന്റ് ആകുമെന്നാണല്ലോ കരുതിയിരുന്നത്. ഒന്നുകിൽ MT രമേശ് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ, ഈ രണ്ടുപേരിൽ ഒരാൾ. K സുരേന്ദ്രൻ മാറുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരും എന്നതാണ് മാധ്യമങ്ങളടക്കം വാർത്തയായി കൊടുത്തുകൊണ്ടിരുന്നത്. K സുരേന്ദ്രന്റെ കാര്യത്തിൽ പിന്നെ ഒരു 15 പ്രാവശ്യമെങ്കിലും മാധ്യമങ്ങൾ അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ 5 വർഷം തികച്ചിട്ടാണ് സുരേന്ദ്രൻ എന്തായാലും രാജീവ് ചന്ദ്രശേഖറിലേക്ക് ആ ബാറ്റൺ കൈമാറിയത്.